ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാജൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണസദ്യയിൽ ഉള്ള തയ്യാറാക്കിയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ വറ്റൽമുളക് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിപ്പൊടി, കുറച്ച് അച്ചാർ, പിന്നെ വെണ്ടയ്ക്ക കിച്ചടി പച്ചടി, അതിലേതോ ഒന്നാണ്. അപ്പോൾ വെണ്ടയ്ക്ക നല്ലോണം മുരിച്ചെടുത്തിട്ട് വെക്കുന്ന കറി ഉണ്ടല്ലോ, അതാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ അതാണ്ട് ഇത് പാവയ്ക്കയും പിന്നെ ക്യാരറ്റും കൂടെ ഉള്ള തോരനാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പാവയ്ക്ക കുറച്ചധികം കയ്പ്പുള്ളതാണല്ലോ, അതിൽ കുറച്ച് ക്യാരറ്റൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് കയ്പ്പൊക്കെ കുറഞ്ഞിരിക്കും. എന്നാലും കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കഴിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി. ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി നല്ല ടേസ്റ്റുള്ളതല്ലേ, ഇപ്പോൾ കൂടുതലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ബീട്രൂട്ട് അത് നല്ലതുപോലെ അരച്ചതിന് ശേഷമാണ് ഇത് വെക്കുന്നത്, വേവിച്ചിട്ട് അരച്ചതിന് ശേഷമാണ് വെക്കുന്നത്. പിന്നെ ചെറിയ രീതിയിൽ തോരത്തിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തും വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കത്തിരിക്ക ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ റൗണ്ടായിട്ട് കത്തിരിക്ക എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തത്. ഇതൊന്നും സദ്യയിൽ അങ്ങനെ കാണുന്ന വിഭവമല്ല. പിന്നെ നമ്മൾ സാധനം ഉണ്ടായിരുന്നു, അങ്ങ് വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് വെച്ചത് പിന്നെ അമരക്കയും ക്യാരറ്റുമായിട്ടുള്ളൊരു വിഴുക്കാണ് വെച്ചത്. പിന്നെ അതാ ബീട്രൂട്ട് തോരനല്ല ആണ് ഇത് വെച്ചിരിക്കുന്നത്. ബീട്രൂട്ട്, അതായത് സവാള ചേർക്കാതെ വെച്ചൊരു തോരൻ, ബീട്രൂട്ട് തോരൻ അത് വെച്ചിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ വെച്ചത് അവിയലാണ്, അവിയൽ. അപ്പോൾ പിന്നെ അവിയലിന് ശേഷം ഇനി അടുത്ത് എന്ത് വെക്കണമെന്ന് നോക്കാം. ഇത് വേറൊരു തോരനാണ്, കാബേജ് തോരനാണ്. കൂടുതലും ഒരു 3 ഐറ്റം തോരനൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം സാധാ രീതിയിലത്തെ സദ്യയിൽ ചെറിയ രീതിയിലത്തെ കറികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കൂട്ടുകറിയാണ്, അല്ല അത് വെണ്ടയ്ക്ക തോരനാണ്. വെണ്ടയ്ക്ക തോരനിലാണ് നമ്മൾ സവാളയും കൂടെ ചേർത്ത് വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കിയത്. പിന്നെ വെക്കുന്നത് ഓലനാണ്, നമ്മൾ പയറും വെള്ളരിക്കയൊക്കെ ഇട്ട് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ ഓലൻ, അതാണ് ദാണ്ടെ ഇപ്പം വെച്ചത്. പിന്നെ ഇനി അടുത്തത് ദാണ്ടെ ഇതാണ് കൂട്ടുകറി. ചേന, ചേമ്പ്, വെള്ളരിക്ക, കുമ്പളങ്ങ, കടല, ചുണ്ടൽ കടല, ഇതൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ വറുത്ത് വയ്ക്കുന്ന കൂട്ടുകറി, അതാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് അത്ര വയ്ക്കാനൊന്നും അധികം അറിഞ്ഞൂടാ. ഈ സദ്യക്ക് 1-2 വർഷം മുന്നേ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒക്കെ വല്ലപ്പോഴൊക്കെ വയ്ക്കുന്നൊരു സംഭവമാണ്. 1-2-3 പ്രാവശ്യം വരെയൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും ബിരിയാണി, നെച്ചോറ് അങ്ങനെയുള്ളതൊക്കെയാണല്ലോ കൂടുതൽ വയ്ക്കാൻ അറിയാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അറിയാമെന്നുള്ള രീതിയിൽ തയ്യാറാക്കിയ ഒരു ചെറിയ സദ്യയുടേതാണ് ഇത്. അപ്പോൾ ഇപ്പോൾ വെച്ചത് പയറല്ല, അമരക്കയും ക്യാരറ്റുമായിട്ടുള്ളൊരു വിഴുക്കാണ് വെച്ചിരിക്കുന്നത്. അതിൽ നല്ല മുരിച്ചൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഇത് ഇത്രയും കറികൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഉപ്പേരി, ചിപ്സ് അതൊന്നുമില്ല കേട്ടോ. അത് സംഭവം ഇവിടെ തിരക്കായതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് എപ്പോഴാണോ കഴിക്കാമെന്ന് തന്നെയല്ലോ അതൊക്കെ. അപ്പോൾ ചോറ്, ചെമ്പാവരി ചോറാണ്. അപ്പം അതും പപ്പടവും, പിന്നെ പപ്പടമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പരിപ്പില്ല, സാമ്പാർ, പുളിശ്ശേരിയില്ല, മോരില്ല, രസമില്ല, അപ്പോൾ സാമ്പാർ. അപ്പോൾ അതാണ് പറഞ്ഞത്, വീട്ടിലത്തെ ചെറിയ രീതിയിലത്തെ സദ്യയാണ് തയ്യാറാക്കി വെച്ചത്. അങ്ങനെ സാമ്പാറും കൂടെ വെച്ചു. അപ്പോൾ ഇത്രയധികം കറികളൊക്കെ ആയിട്ട് നമ്മുടെ ഓണസദ്യ അങ്ങ് ചെറിയ രീതിയിൽ നമ്മളിത് അങ്ങ് തയ്യാറാക്കി എല്ലാവരുമായിട്ട് കഴിച്ചു. അപ്പോൾ ഓണത്തിന് ഇടാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഒരു മുളകിരിക്കുന്നത്, അത് നമ്മൾ പ്രത്യേകം സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. വറ്റൽ മുളകല്ലല്ലോ ഇതിൻ്റെ പേര്, കൊണ്ടാട്ടമുളകും തൈര് മുളക് എന്നാണ് പറയുന്നത്. അതൊരു പാക്കറ്റ് വാങ്ങിച്ച് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്, നല്ലോണം മൊരിച്ച്. അപ്പോൾ മുളക്, അപ്പോൾ ഇതിൽ പിള്ളേർക്ക് വെച്ചതേ ഉള്ളൂ, വലിയവരൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഓണസദ്യ സ്പെഷ്യൽ. ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു വെച്ചത്. അതായത് പിറ്റേന്ന് നബിദിനായതുകൊണ്ട് പള്ളിയിൽ നിന്ന് നബിദിന ചോറൊക്കെ കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ തലേ ദിവസം വെച്ചു ഇതൊക്കെ, അത് കഴിച്ചു. പിന്നെ സദ്യ ആയാലും എന്തായാലും പായസം കാണില്ല. നമ്മൾ വെച്ചത് അടപ്പായസമാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് മധുരം കൂടുതലാണെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. തിരുവോണത്തിന് നബിദിനായതുകൊണ്ട് ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു നമ്മുടെ ഓണസദ്യ എല്ലാം തയ്യാറാക്കി കഴിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു, നമുക്ക് എന്തായാലും ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.